ഹലോ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ദിവസേന ഇങ്ങനെ നടലൊക്കെ ആയിട്ടാണല്ലോ വരിക. നടുന്നത് കാണിക്കുക, പൂക്കളെ കാണിക്കുക, അല്ലെങ്കിൽ വിളവെടുപ്പ് കാണിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. ഇന്നും വരുന്നത് അങ്ങനെ തന്നെയാണ്. ഒന്ന് നടാൻ പോവുക കേട്ടോ. ഞാൻ പച്ചക്കറി നടാറുണ്ട്, പൂക്കൾ ചെടികൾ നടാറുണ്ട്. പക്ഷേ ഇന്ന് നടുന്നത് പച്ചക്കറിയാണ്. പച്ചക്കറി ഞാൻ ഈ മാസമൊക്കെ നട്ടത് പൂക്കൾ തന്നെ ആയിരുന്നു. കാരണം മഴക്കാലാണല്ലോ, തണുപ്പും ഇപ്പം വേഗം പിടിച്ച് കിട്ടിയോളൂ. ഇപ്പം പൂക്കളെ ഞാൻ കൂടുതൽ ഈ മാസം നട്ടത്. ഇന്നിപ്പോൾ ഞാൻ നടാൻ പോകുന്നത് പച്ചക്കറി ഇനമായ ക്യാബേജാണ്. ക്യാബേജ് ഇപ്പോൾ നഴ്സറിയിലൊന്നും പോയ തൈ കിട്ടൂല. എനിക്ക് കിട്ടിയ തൈ എവിടുന്നാണെന്നറിയോ? ഞാൻ നട്ടുണ്ടാക്കിയ ക്യാബേജ് വിളവെടുത്ത് ശേഷം വിളവ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് ആ കുറ്റിയും ആ തണ്ടും ആ മണ്ണിലുണ്ടാവുമല്ലോ. അപ്പോൾ അവിടുന്ന് പിന്നെ അതിൻ്റെ ചുറ്റും ക്യാബേജ് തൈ ഇങ്ങനെ മുളച്ചിട്ടുണ്ടായും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിൽ നട്ട്, കുറച്ച് വലുപ്പമാകുന്നത് വരെ ഒരു കുഞ്ഞു പാത്രത്തിൽ നട്ട്. അവിടുന്ന് ആളായതിന് ശേഷം ഞാൻ പെർമനൻ്റായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് നടാൻ പോകുക കേട്ടോ. അത് ഞങ്ങളെ കാണിക്കുന്നത് നവീൻ. ഞാൻ നടുന്നത് സിമൻറ്റ് ചാക്കിലാട്ടോ. സിമൻറ്റ് ചാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നല്ല വട്ടം ഉണ്ടാവും. ക്യാബേജൊക്കെ നല്ല വട്ടാണ് വേണ്ടത്. പുറത്ത് നല്ല മഴേൻ്റെ ഒച്ചകൾ കേൾക്കുന്നുണ്ടാവും. മഴ കഴിയട്ടെ ഒക്കെ വിചാരിച്ച് നിന്ന് നോക്കുമ്പോൾ കഴിയുന്നില്ല, മഴ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് കയറിയതാണ്. അപ്പോൾ ഞാൻ ഈ സിമൻറ്റ് ചാക്കിലാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിൽ പോട്ടി മിക്സ് നിറക്കട്ടെ കേട്ടോ, കാണിച്ചു. ഞാൻ സിമൻറ്റ് ചാക്കിൻ്റെ അടിയിൽ വാഴ വെട്ടിയതിൻ്റെ ഇല, നല്ലൊരു വള, അതങ്ങ് നിറക്കുക. എൻ്റെ വളമൊക്കെ പൈസ കൊടുക്കാത്ത വളങ്ങളാണ്, പക്ഷെ നല്ല ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വളം വാങ്ങുന്നത്. വീണ്ടും ഇടട്ടെ. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിടുക. എപ്പോഴും നമ്മൾ കുറച്ച് മണ്ണിട്ടുകൊണ്ടിരിക്കണം. മണ്ണിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഈ വാഴൻ്റെ അതിലൊന്നും നമ്മൾ കാണൂരൊക്കെ വളമായി മാറിയിട്ടുണ്ടാവും. മണ്ണിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇതിന് കഷ്ണങ്ങളൊന്നും വേണ്ട. നമ്മളിന്ന് ലെവല് ചെയ്യുക. ലെവല് ചെയ്താൽ ചാക്ക് നല്ല ലെവലിൽ നിൽക്കുള്ളൂ. എല്ലാം കഷ്ണം. ഇനിയും ഞാൻ പോട്ടി മിക്സ് ഇടട്ടെ കേട്ടോ. ഞാൻ അടിയിൽ വാഴൻ്റെ ഇലട്ട് കണ്ടല്ലോ, അതിന് ശേഷം കുറച്ച് മണ്ണിട്ടതിന് ശേഷം വീണ്ടും ഞാൻ പച്ചില തന്നെ ഇടുന്നത്. ഇത് നല്ലൊരു വള. ഇതിൽ കൊമ്പുണ്ട്, അങ്ങ് എടുത്ത് കളയ. നല്ല വണ്ണുള്ള കൊമ്പ് പറ്റൂല, ചാക്ക് കീറിപ്പോവും. ഇതൊക്കെ ഒന്ന് ഒതുക്കിയാൽ. ഞാൻ ചീമക്കൊന്നയാണ് ഞാൻ ഇടുക. സാധാരണ ഞാൻ ഇടല് ചീമക്കൊന്ന. ആ മരത്ത് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നല്ല ശക്തിയിലുണ്ടായിക്കോളും. മഴയാണല്ലോ, വേഗം മുളക്കും. തളിയിൽ നിറച്ചുണ്ടാവും കൊമ്പ്. ഇത് സിമൻറ്റ് ചാക്കായതുകൊണ്ട് നല്ല വട്ടം കിട്ടും. നമുക്ക് ക്യാബേജിക്ക് വേണ്ടത് ഇങ്ങനത്തെ ചാക്ക. നിങ്ങളവിടൊക്കെ മഴ ഉണ്ടോ? എന്താ വർത്താനം? ഇവിടെ മഴ അടുത്ത കാലത്തൊന്നും ഇവിടെ ഒരു വെയിലും ഉണ്ടായില്ല. മഴയോട് മഴയാ പറയുന്ന കേൾക്കുന്നുണ്ട്. മഴ അവിടെ ഇവിടെയൊക്കെ വെയിലുണ്ട് നാട്ടിലൊക്കെ എന്നുണ്ട്. പക്ഷെ ഇവിടെ വെയിൽ വന്നിട്ടേ ഇല്ല കേട്ടോ. ഞാൻ മണ്ണിടുക. മണ്ണ് നല്ല വെറും മണ്ണല്ല എൻ്റെ. ഇത് കരിയില കമ്പോസ്റ്റാണ്. കരിയില കൊണ്ടുവന്ന് നിറച്ചിട്ട് ഇടയ്ക്ക് മണ്ണിടുക. അങ്ങനെ മണ്ണായി മാറിയത്. അത് വള. അപ്പൊ മൊത്തം അത് വളം തന്നെയാ. പിന്നീട് ഞാൻ പോട്ടി മിക്സ് ഇങ്ങനെ അങ്ങ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു വളം ചെയ്യലില്ല. മഴയൊക്കെ പോയി കഴിഞ്ഞാൽ വെയിലായാൽ ഞാൻ അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റും, ഞാൻ നനക്കും. അല്ലാണ്ട് ഞാൻ വേറെ ഒരു വളം ഇടൂല. ഇതിൽ വെണ്ണീര് വരെ പെടും കേട്ടോ. വെണ്ണീര് വരും, കരിയിലൻ്റെ എല്ലാം ഇടും. ഞാൻ ഇങ്ങനെ അങ്ങ് ഇടുന്നത് കൊണ്ട് കുറേ ദിവസം കഴിഞ്ഞ് അങ്ങ് കാണാം. ഇതിൽ നിന്ന് തന്നെ പലതും മുളച്ച് വരും. തക്കാളി, ഈ കരിയിലൻ്റെ കൂട്ടത്തിൽ അടുക്കള വേസ്റ്റ് ഇടും. മണ്ണിൻ്റെ കളറ് കണ്ടാൽ തന്നെ അറിയാം.
ഇതിൻ്റെ ഗുണം. അടുക്കള വേസ്റ്റും അതൊക്കെ ഇടുന്നത് കൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു പോട്ടിൽ ഇപ്പം നിറയെ തക്കാളി തൈ മുളച്ച് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് ഇട്ടിട്ട് അതിന് മുളച്ച് വന്നതാ. നല്ല ലെവലിൽ നിർത്തിയാൽ ഈ ചാക്ക് ഞാൻ എങ്ങനെ ആക്കിയതെന്ന് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി. ഇതിൻ്റെ അടിഭാഗം 2 കൂർപ്പും കൂട്ടി കെട്ടിക്കഴിഞ്ഞ് അങ്ങ് മറിച്ചിട്ടാൽ മതി. മറിച്ചിട്ട് അങ്ങനെ വട്ടം കൊണ്ട് കിട്ടും. പിന്നെ ഇതിലെ പരസ്യങ്ങളൊന്നും കാണൂല. നല്ല വട്ടത്തിൽ നിൽക്കുക. എല്ലാ സിമന്റ് ചാക്കും ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഗ്രോ ബാഗ് വാങ്ങിയ പോലെ അതുപോലെയാണ്, വെള്ള കളറിൽ. ഇപ്പം ഇത് വട്ടായി. എല്ലാം ചുറ്റും നമ്മൾ ലെവല് ചെയ്തു. ഇനി ഇടാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കോഴിവള. ഈ കോഴിവള എങ്ങനെ, ഞാൻ വിരുന്ന് പോയെടുത്തത് അവിടെ കോഴി വളർത്തലുണ്ട്. അപ്പം എനിക്കൊരു ചാക്ക് കോഴിവളം തന്നതാ. ഞാൻ ഇതുവരെ ഒരു ചെടിക്കും കോഴിവളം ഇട്ടിട്ടില്ല, ആദ്യമായാണ് ഇടാൻ പോകുന്നത്. പക്ഷെ ഭയങ്കര ചൂടാന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പം നല്ല മഴയാണല്ലോ, അതുകൊണ്ട് ഞാൻ കോഴിവളം ഇട്ടതാ. ആദ്യമായിട്ടാണ് ഞാൻ വിരുന്ന് പോയപ്പോൾ അവർക്കറിയാം ഞാനിങ്ങനെ നടുന്ന കൃഷിഭ്രാന്തുള്ള ഒരാളാണെന്നുള്ളത്. അതുകൊണ്ട് അവരെ വീട്ടിലുള്ളത് എനിക്ക് കുറച്ച് തന്നതാ. ആദ്യമായിട്ട് ഞാനൊരു വളം മാറ്റിയിടുന്നത് ഇതും ഇട്ടു. ഇനി അതിൻ്റെ മേലെ ഞാൻ ഈ മണ്ണ് തന്നെ, കരിയില കമ്പോസ്റ്റ് ഇനിയാണ് നമ്മൾ നടാൻ പോകുന്നത്. ഇതാണ് എൻ്റെ കാബേജിനെ തൈ. ഞാൻ പറഞ്ഞല്ലോ, ആ ചെടിയുമെന്ന് ഞാൻ മെല്ലെ പൊട്ടിച്ചിട്ട് ചെറിയൊരു പോട്ടിലേക്ക് നട്ടതാ. കണ്ടോ വലുതായത്? ഇനി നമുക്ക് ധൈര്യമായിട്ട് വലിയ പാത്രത്തിലേക്ക് നടാലോ. അത് താൽക്കാലികമായിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ തൈയാണ്, മഴേൻ്റെ ഒച്ചയും വാഹനത്തിൻ്റെ ഒച്ചയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടാവും. ഇത് റോഡ് സൈഡ് ആയതുകൊണ്ടേ. കണ്ടോ, ഈ തൈയാണ് ഞാൻ നടാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല കരുത്തിൽ വളർന്നു. മെല്ലെ അങ്ങ് തട്ടിയെടുക്കുക, മെല്ലെ ആക്കണം, വേറൊന്നും പോവണ്ട. ഞാൻ ഈ കുഞ്ഞു പാത്രത്തിൽ എന്തെങ്കിലും ഒരു ചെടി നടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഉഷാറുണ്ടാവട്ടെ. ഓ, ഇതിലൊരു കുപ്പിച്ചില്ല. എൻ്റെ കൈ മുറിയാഞ്ഞു ഭാഗ്യം കേട്ടോ. ഓരോ തിരക്കിൽ പെട്ടുപോകുന്നത് നല്ലോണം കണ്ണ് വേണം. കുപ്പിച്ചില്ല, എൻ്റെ കൈയൊന്നും മുറിഞ്ഞില്ല. എടുത്തേക്കാണ് അതാ നട്ട് കഴിഞ്ഞു. ഇനി ഞാനേ ചുറ്റും ഒന്ന് ഉറപ്പിക്കട്ടെ, മണ്ണൊക്കെ ഇട്ടിട്ട്. ഞാൻ മുമ്പ് നട്ടേ കാബേജ് ആയത് കേട്ടോ. ഇതൊക്കെ കായ്ക്കാൻ തുടങ്ങി, ഇങ്ങനെ ഉള്ളിലുണ്ടായി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇതിൽ ഒച്ചി ഒച്ചി തിന്നഴിഞ്ഞത് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഞാൻ ഉറുമ്പാന്നാ വിചാരിച്ചു, നോക്കുമ്പോൾ അല്ല, ഒച്ചിനെ കിട്ടി എനിക്ക്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇതാ നട്ട് കഴിഞ്ഞു. ഇത് വെയിറ്റ് ഇല്ല കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല. ഇതിന് കാരണം എന്താണെന്നറിയോ, ഇതിൽ കൂടുതൽ കുറഞ്ഞ ശതമാനം മണ്ണുള്ളൂ. ബാക്കി കൂടുതൽ എന്താണെന്നറിയോ, നിങ്ങൾ കണ്ടില്ലേ, വാഴൻ്റെ ഇല, ചീമക്കൊന്നൻ്റെ ഇല, കരിയില കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ഇടുന്നത് കൊണ്ട് ഈ ഇതിലുള്ള മൊത്തം അങ്ങോട്ട് വളമായി മാറും, മണ്ണായി മാറും. ആ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും, പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറക്കാണ്ടിരുന്നത് ഈ കാബേജിൻ്റെ വേര് നല്ല ഉഷാറിൽ ചുറ്റും പടർന്ന് വേര് പിടിക്കും. അങ്ങനെ വേര് പിടിച്ചാൽ ഇത് നല്ല വീതിയുള്ള ഇല വരും. വീതിയുള്ള ഇല വന്നു കഴിഞ്ഞാൽ നല്ല തൂക്കമുള്ള കാബേജ് നമുക്ക് കിട്ടും. നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട, ഇവിടെ തന്നെ ഉണ്ട് ധാരാളം വളങ്ങൾ കിട്ടുന്ന സാധനങ്ങൾ. വാഴ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലിച്ചങ്ങെറിയലല്ലേ തോട്ടത്തിൽ, അതിങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണ്ടി, നല്ല വള. അതുകൊണ്ട് നമുക്ക് വെട്ടി ഇത് കൊണ്ടുപോയി വെക്കാം, തീരെ വെയിറ്റും ഇല്ല. അപ്പോൾ കാബേജ് നട്ട് കണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.